done when I was actually doing the earlier sessions, unit 1 and 2. But just for a purpose of revision and also as a starting point to our discussion, I'm just going through it again. An academic writing is a formal writing, as opposite to conversational, informal, or colloquial speech. വളരെ ഫോമൽ ആയിട്ട് എഴുതുന്നതാണ്. അതായത് അവിടെ കൊളോക്കിയൽ എക്സ്പ്രഷൻസ് ഉണ്ടാവില്ല, ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല, പിന്നെ അതുപോലെ തന്നെ കോൺവെർസേഷനിലായിരിക്കില്ല. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ സംസാര ഭാഷ എന്ന് പറയുന്നത് വളരെ കോമൺ വാക്കുകളാക്കി ഉപയോഗിക്കുക. ആരും തന്നെ ഭയങ്കര കനമുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. സാധാരണ കോമൺ ലാംഗ്വേജിലാണ് ഉപയോഗിക്കുക. പക്ഷേ അക്കാഡമിക് റൈറ്റിംഗിൽ അങ്ങനത്തെ ഒരു ലാംഗ്വേജ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. പകരം കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി ആറ്റി കുറുക്കിയെടുത്തിട്ടുള്ള വാക്കുകളാണ് അക്കാഡമിക് റൈറ്റിംഗിൽ ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ ഒരാളോട് വഴിയിൽ കാണുമ്പോൾ എങ്ങോട്ടാന്നേ ചോദിക്കും. താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കാറില്ല, എങ്ങോട്ടാന്ന് ചോദിക്കും. അപ്പൊ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ വേർ ടു, വാട്സാപ്പ് എന്നൊക്കെ ചോദിക്കും പോലെ ചോദ്യങ്ങളാണ്. എന്നാൽ അക്കാഡമിക് റൈറ്റിംഗിൽ നിങ്ങളൊരു എഴുതുമ്പോൾ, അതായത് നിങ്ങളൊരു അസൈൻമെന്റോ പ്രൊജക്റ്റോ എഴുതുമ്പോൾ എങ്ങോട്ടാന്ന് ചോദിക്കാൻ പറ്റില്ല. സോ യു ഹാവ് ടു യൂസ് ദ ഫോമൽ ലാംഗ്വേജ്. ദാറ്റ്സ് വാട്ട് ഐ ആക്ച്വലി ഹാവ് ഇൻ മൈൻഡ്. നമ്പർ 2, യു ഹാവ് ടു മെയിൻറ്റെയിൻ ഇംപേഴ്സണൽ ടോൺ. ഒരിക്കലും സബ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഐ എന്ന് പറയുന്ന ഒരു വാക്ക്, ഐ തിങ്ക്, ഇതൊന്നും ഒരിക്കലും ഒരു അക്കാഡമിക് റൈറ്റിംഗിന്റെ ഭാഗമായിട്ട് വരില്ല. സോ യു ഹാവ് ടു മെയിൻറ്റെയിൻ എ ഒബ്ജക്റ്റീവ് detached tone. Then there is also a technical, that is it has a set pattern. അതായത് ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ. അതായത് ഒരു പ്രത്യേക രീതി. പാരഗ്രാഫ് ഇങ്ങനെ തുടങ്ങണം, പാരഗ്രാഫ് ഇങ്ങനെ അവസാനിക്കണം, ഫുൾ സ്റ്റോപ്പ് ഇങ്ങനെ ഇടണം, ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്പേസ് വിടണം. ഇതുപോലത്തുള്ള നിർദ്ദേശങ്ങൾ, വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടാവും. ആൻഡ് യു ഹാവ് ടു യൂസ് ടെക്നിക്കൽ വേർഡ്സ്. ടെക്നിക്കൽ വേർഡ്സ് ഉപയോഗിക്കണം. കാരണം ഇപ്പോൾ സയൻസിൽ ഒരു അസൈൻമെന്റ് എഴുതുകയാണെങ്കിൽ സയന്റിഫിക് വേർഡ്സ് ഉപയോഗിക്കും, ലിറ്ററേച്ചറിലാണെങ്കിൽ ലിറ്റററി വേർഡ്സ് ഉപയോഗിക്കും, വേറൊരു ലാംഗ്വേജിലാണ്, കൊമേഴ്സിലാണെങ്കിൽ അതിന്റെ ലാംഗ്വേജ് ഉപയോഗിക്കും. നേരെ മറിച്ച് സാധാരണ സമയത്ത്, അതായത് നമ്മൾ ലോക്കലായിട്ട് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇത്തരം ടെക്നിക്കൽ വാക്കുകൾ ഉപയോഗിക്കും. ജസ്റ്റ് ഗിവ് എൻ എക്സാമ്പിൾ. ഇതൊരു നല്ല എക്സാമ്പിൾ അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ എന്നുള്ള അർത്ഥത്തിൽ പറയാം. നമ്മളെ കോമൺ ആയിട്ടുള്ള ഒരു സോപ്പിന്റെ പേരാണ് PEAR, പയസ്. പയസ് ആണ് പ്രൊനൗൺസ് ചെയ്യുക. പക്ഷേ നമ്മൾ കടയിൽ പോയിട്ട് 2 പയസ് എന്ന് പറഞ്ഞാൽ ഒരു കടക്കാരൻ പറയും ആ സോപ്പില്ല. കാരണം അയാളോട് പറയുമ്പോൾ നമ്മൾ പിയേഴ്സ് എന്നാ പറയണം. അപ്പോൾ കടയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് പിയേഴ്സ് എന്നാണെങ്കിലും അക്കാഡമിക് കോണ്ടെക്സ്റ്റിൽ അല്ലെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ വാക്ക് പ്രൊനൗൺസ് ചെയ്യുക പയേഴ്സ് എന്നാണ്. കാരണം എന്താ വെച്ചാൽ because I am taking a session on academic session. So I have to use a formal technical language, right? So with a set pattern and technical words. Pronunciation correct ആയിരിക്കണം, സ്പെല്ലിങ്സ് റൈറ്റ്, എല്ലാ കാര്യങ്ങളും അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് അക്കാഡമിക് ഡിസ്കോഴ്സസ്. സോ ഡിസിപ്ലിൻസ്. ഇപ്പോൾ ഒരു പക്ഷേ ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു പ്രോജക്റ്റിന്റെ രീതി ആയിരിക്കില്ല കോമേഴ്സിൽ എഴുതുന്നത്, അതായിരിക്കില്ല ഫിസിക്സിൽ എഴുതുന്നത്. സോ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആൻഡ് അതർ commerce, like subjects similar to commerce, they have a altogether different pattern of writing. അത് വളരെ obvious ആണ്. ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ടൈപ്സ്. എഴുതുന്ന ടോപ്പിക് അനുസരിച്ച് അത് പെർസ്വേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം, ആരെങ്കിലും എന്തെങ്കിലും പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാവാം, or it can be analytical, it can be rational, critical, descriptive. അങ്ങനെ നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ 3-4 ടൈപ്പ് കാറ്റഗറി പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ കാറ്റഗറിക്ക് ഓരോ രീതിയിലുള്ള എഴുത്തായിരിക്കണം. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് ആയിരിക്കില്ല റാഷണൽ ഉള്ള രീതിയിൽ എഴുതും, അതായിരിക്കില്ല ക്രിട്ടിക്കൽ ആയിട്ട് എഴുതുന്നുണ്ടാവും. സോ ഓരോ സബ്ജക്റ്റിന്റെ പ്രത്യേകത അനുസരിച്ച് ഇപ്പൊ നമ്മൾ ഈ ഫെമിനിസം അല്ലെങ്കിൽ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ സൊസൈറ്റി അതാ നമ്മൾ എഴുതുന്നെങ്കിൽ അത് ക്രിട്ടിക്കലായിട്ട് എഴുതാം, അത് വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ എഴുതാം. അനലിറ്റിക്കലായിട്ട് എഴുതാം, ഇപ്പൊ ഉള്ള രീതി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എഴുതാം. അത് നമുക്ക് വേണേൽ പെർസ്വേസീവ് ആയിട്ട് എഴുതാം, കാരണം നമുക്കത് അവർക്ക് അത് കൊടുത്തേ പറ്റൂ, അവർക്ക് അതിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ നമുക്ക് എഴുതാം. അപ്പൊ ഏത് രീതിയിൽ നിങ്ങൾ എഴുതുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നിങ്ങൾ ഏത് ലാംഗ്വേജ് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം. സോ അക്കാഡമിക് റൈറ്റിംഗ് ഹാസ് ഐ ലിസ്റ്റഡ് 4 features. One is a formal aspect. Number 2, it is a tone related, that is objective. 3, technical. And 4, it is different in different disciplines and it is different in different methods. അപ്പോൾ മെത്തേഡിലായാലും ടൈപ്പിലായാലും ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. ഒരേ തരത്തിലല്ല എല്ലാത്തരം അക്കാഡമിക് റൈറ്റിംഗും എഴുതുക എന്നുള്ളതാണ്. സോ നൗ ദർ ഇസ് എ പ്രോസസ് കോൾഡ് പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിംഗ്. നമ്മളെ സിനിമയ്ക്ക് എടുക്കുമ്പോൾ സിനിമയ്ക്ക് നമുക്ക് പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞുള്ള പോലെ ഇവിടെ പ്രീ റൈറ്റിംഗ്. പ്രീ റൈറ്റിംഗ് എന്തൊക്കെയാന്ന് നോക്കാം. എഴുതുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാം. ഡിസൈഡ് ഓൺ വാട്ട് യു വാണ്ട് ടു സ്റ്റഡി.
അപ്പോൾ നിങ്ങൾക്ക് PhD ഒക്കെ ചെയ്യണേ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു ടോപ്പിക് കണ്ടുപിടിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ പ്രീ റൈറ്റിംഗ്. എഴുതുന്നതിന്റെ മുന്നേ ഇതാ ചെയ്യേണ്ടത്. സബ്ജക്ട് ടോപ്പിക് ഒക്കെ കണ്ടുപിടിക്കും. നമ്പർ 2, ഇൻഫർമേഷൻ ഫ്രം റിലയബിൾ സോഴ്സ്. അപ്പോൾ നമ്മൾ ഒരു ബുക്ക് ഒരു ഓതറെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ സയൻസിൽ ഒരു പർട്ടിക്കുലർ ഫീച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ കോമേഴ്സിൽ ഒരു ബാങ്ക് ലോൺ കൊടുക്കുന്ന രീതിയെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാകുമ്പോൾ അതിന്റെ മെറ്റീരിയൽ കളക്ഷൻ ആണ് രണ്ടാമത്തെ ഭാഗം. കഴിയുന്നത്ര മെറ്റീരിയൽ നമ്മൾ പല ഭാഗത്തു നിന്നായിട്ട് കളക്ട് ചെയ്യും. 3, പ്രിപ്പയർ എ ഫ്രെയിംവർക്ക് ഓഫ് സ്ട്രക്ചർ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ നമ്മൾ എഴുതാൻ പോകുന്ന തീസിസിന്റെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കും. എത്ര ചാപ്റ്റർ, ഇതിൽ എന്തൊക്കെയാണ് എഴുതാൻ പോകുന്നത്, ഏതൊക്കെ കീ പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ മൂന്നാമതായിട്ട് പ്ലാൻ ചെയ്യും. നാലാമത്തത് റൈറ്റിംഗ് ആണ്. നാലാമത്തെ ലെവലിൽ നമ്മൾ രണ്ടാമത്തെ ഫേസായ റൈറ്റിംഗിലേക്ക് വരും. റൈറ്റിംഗ്, സ്റ്റാർട്ട് റൈറ്റിംഗ്, ദാറ്റ് ഈസ് റൈറ്റിംഗ് ഡ്രാഫ്റ്റ്, റിവിഷൻ, പ്രൂഫ് റീഡിംഗ്. അങ്ങനെ രണ്ടാമത്തെ സ്റ്റേജിൽ റൈറ്റിംഗ് എന്നുള്ള സ്റ്റേജിൽ നമ്മൾ ഇത് മനസ്സിലാക്കിയതിനു ശേഷം എഴുതാൻ തുടങ്ങും. അങ്ങനെ എഴുതാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം ഈ എഴുത്തിൽ നമ്മൾ ഇതൊക്കെ ഉൾപ്പെടുത്തുകയും, എഴുത്ത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോസസ്സ് ഉണ്ടാവുക. അത് ഏറ്റവും അധികം സമയം എടുക്കുന്നത് ഒരുപക്ഷെ എഴുത്തായിരിക്കും. ആൻഡ് അവസാനം പ്രിപ്പയർ ദ ഫൈനൽ ഡ്രാഫ്റ്റ് ആൻഡ് സബ്മിറ്റ്. അതിൽ മൂന്നാമത്തെ സ്റ്റേജായ റിവിഷനിലേക്ക് വരും. അപ്പൊ ഞാനിവിടെ പ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നതിൽ ആദ്യത്തെ 3 ഭാഗങ്ങളും, റൈറ്റിംഗിൽ 4ാമത്തെ പാർട്ട്, 5ാമത്തെ പാർട്ട് റിവിഷൻ എന്നുള്ള കാറ്റഗറിയിൽ വരും. റിവിഷനിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ എഴുതിയത് മുഴുവൻ നമ്മൾ റിവൈസ് ചെയ്യുന്നു, കറക്റ്റ് ആണോ നോക്കുന്നു, യു ചെക്ക് ഇറ്റ്, ഡബിൾ ചെക്ക് ഇറ്റ്, യു പ്രൂഫ് റീഡ്. സാധാരണഗതിയിൽ ആൾക്കാർ ചെയ്യുക ഏതെങ്കിലും കൊലീഗ്സിനെ കൊണ്ടോ അല്ലെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ വായിപ്പിക്കും. കാരണം നമ്മൾ എഴുതിയ തെറ്റ് നമുക്ക് കാണില്ല, വേറൊരാൾക്ക് അത് പെട്ടെന്ന് കാണും. അതുകൊണ്ട് റിവിഷൻ ഉൾപ്പെടുത്തും. ഈ എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. ഒരു PhD തീസിസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ആ ചെക്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയും അതിലെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഇപ്പൊ ആണെങ്കിൽ അത് പ്ലേജറിസം കൂടി ചെക്ക് ചെയ്യേണ്ടി വരും. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എന്താണെന്നുള്ളത്. So the process of academic writing involves 3 stages. Pre-writing, where you decide the topic, plan the action, collect the material. Number 2, writing. Writing involves the writing process. And 3, revision, which is done at the end, proofreading, submission, checking the checklist, etc., etc. So these are the 3 stages of academic writing process. Next, please.